കർക്കിടക മാസത്തിലെ ഒരു മനോഹരമായ പ്രഭാതം. ഭക്തിയും പ്രതീക്ഷയും നിറഞ്ഞ ഒരു പുതിയ യാത്രയ്ക്ക് ഇന്ന് ഞങ്ങൾ തുടക്കം കുറിക്കുകയാണ്. കർക്കിടക മാസത്തിൽ നടത്തുന്ന നാലമ്പലം ദർശനത്തിന് പ്രത്യേക പ്രാധാന്യമുണ്ട്. ശ്രീരാമനും ലക്ഷ്മണനും ഭരതനും ശത്രുഘ്നനും ആരാധിക്കുന്ന ക്ഷേത്രങ്ങൾ ദർശിക്കുന്നത് പുണ്യകരമാണെന്നാണ് വിശ്വാസം. മലപ്പുറത്തെ നാലമ്പല യാത്രയ്ക്ക് ഒരു പ്രത്യേക സ്ഥാനമുണ്ടെന്ന് പലരും പറയാറുണ്ട്. അതിനൊരു പ്രധാന കാരണം സീതാദേവി ക്ഷേത്രവും ഈ യാത്രയുടെ ഭാഗമാകാൻ കഴിയുന്നതാണ്. ഇത്തവണ ഞങ്ങളും കുടുംബസമേതം ഈ പുണ്യയാത്രയിലേക്കാണ് പോകുന്നത്. പ്രഭാതത്തിലെ മഞ്ഞു മൂടിയ കാഴ്ചകളും പതിയെ ഉദിച്ചുയർന്ന സൂര്യനും യാത്രയെ കൂടുതൽ മനോഹരമാക്കി. പച്ചപ്പാർന്ന നെൽപ്പാടങ്ങളും ഗ്രാമീണ ഭംഗിയും ആസ്വദിച്ചുകൊണ്ട് ഞങ്ങൾ യാത്ര തുടർന്നു. അങ്ങനെ നാലമ്പല യാത്രയിലെ ആദ്യ ദർശന സ്ഥാനമായ രാമപുരം ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേർന്നു. മലപ്പുറം പെരിന്തൽമണ്ണ റൂട്ടിൽ തിരൂർക്കാടിനടുത്ത് രാമപുരം എന്ന സ്ഥലത്താണ് ശ്രീരാമസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്രത്തിൻ്റെ കവാടത്തിലെത്തിയപ്പോഴേക്കും ഭക്തി നിർഭയമായ ഒരു അന്തരീക്ഷമായിരുന്നു. പൂക്കൾ കൊണ്ട് മനോഹരമായി അലങ്കരിച്ച ക്ഷേത്ര പരിസരവും ദർശനത്തിനായി എത്തുന്ന ഭക്തരുടെ തിരക്കും ഓരോരുത്തരും ഭക്തിയോടെ വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കാഴ്ചകളും കാണാൻ സാധിച്ചു. കിഴക്കോട്ട് ദർശനമായിട്ടാണ് ശ്രീരാമസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ശ്രീരാമസ്വാമിയും കൂടാതെ ഗണപതി, ഭദ്രകാളി, ദുർഗ, ശിവൻ, ഹനുമാൻ തുടങ്ങിയ ഉപപ്രതിഷ്ഠകളും ഇവിടെയുണ്ട്. ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൻ്റെ ഇടതുഭാഗത്തായി നരസിംഹമൂർത്തി ക്ഷേത്രവും വലതുഭാഗത്തായി ശാസ്താവിൻ്റെ ക്ഷേത്രവുമുണ്ട്. അഭീഷ്ടസിദ്ധിക്ക് പാൽപ്പായസം നിവേദിക്കുന്നത് ഈ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടാണ്. അമ്പും വില്ലും ചാർത്തൽ, നെയ്വിളക്ക്, നാരദർക്ക് അട, ഹനുമാന് അവിൽ നിവേദ്യം മുതലായവയാണ് മറ്റു വഴിപാടുകൾ. ഇവിടുത്തെ ശ്രീരാമപ്രതിഷ്ഠ രാവിലെ വനവാസത്തിലായ രാമനും വൈകിട്ട് സീതാസമേതനായ രാമനുമാണെന്നാണ് ഐതിഹ്യം. ചുറ്റുപാടും പച്ചപ്പട്ടുടുത്ത വയലുകളാൽ ഹരിതമായ അന്തരീക്ഷത്തിലാണ് ശ്രീരാമസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്.
ക്ഷേത്ര ദർശനത്തിന് ശേഷം പുറത്തിറങ്ങിയപ്പോൾ ഭക്തർക്കായി ഒരുക്കിയ ചെറിയ ചെറിയ സ്റ്റാളുകളും കാണാനായി. ശ്രീരാമനെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ, രാമായണം, കുട്ടികൾക്കായുള്ള കഥാപുസ്തകങ്ങൾ തുടങ്ങിയ ആത്മീയ വായനകൾ ഇവിടെ ലഭ്യമാണ്. അതോടൊപ്പം വീടുകൾ അലങ്കാരത്തിനായി വയ്ക്കുന്ന വസ്തുക്കളും മറ്റും ഇവിടെയുണ്ട്. മറുവശത്താണെങ്കിൽ നുറുക്ക്, പൊരി തുടങ്ങിയ പലഹാരങ്ങളുടെ നിര കണ്ടപ്പോൾ പഴയ ഉത്സവകാല ഓർമ്മയാണ് മനസ്സിലേക്ക് വന്നത്. കുറച്ച് പലഹാരങ്ങളെല്ലാം വാങ്ങി ഞങ്ങൾ അടുത്ത ക്ഷേത്രത്തിലേക്ക് യാത്ര തുടർന്നു. രാമപുരം ക്ഷേത്രത്തിൽ നിന്നും ഏകദേശം 1 കിലോമീറ്റർ അകലെയായി പെരിന്തൽമണ്ണയ്ക്ക് പോകുന്ന വഴിയിൽ പനങ്ങാങ്ങര 38 സ്റ്റോപ്പിനടുത്ത് പടിഞ്ഞാറ് ദർശനമായിട്ടാണ് ലക്ഷ്മണ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ സ്ഥലം ഇന്ന് അയോധ്യ നഗർ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇവിടെ വർഷത്തിൽ 2 തവണ കളമ്പാട്ട് ഉത്സവം നടത്താറുണ്ട്. ഭദ്രകാളിക്ക് ഒരു കളമ്പാട്ട് ഉത്സവവും അയ്യപ്പസ്വാമിക്ക് വർഷത്തിൽ 1 തവണ കളമ്പാട്ട് ഉത്സവവും നടത്താറുണ്ട്. കർക്കിടക മാസത്തിലെ അവസാന ഞായറാഴ്ചയിൽ കളഭാഭിഷേകം നടത്താറുണ്ട്. ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്ത് തകർക്കപ്പെട്ട ലക്ഷ്മണസ്വാമി വിഗ്രഹവും സ്ഥാനം തന്നെ നഷ്ടപ്പെട്ടു പോയ ഗണപതി, ദുർഗ, ശാസ്താവ് എന്നീ ദേവീ ദേവന്മാർക്കും പുതിയ സ്ഥാനം ഉണ്ടാക്കിയാണ് പുനഃപ്രതിഷ്ഠ നടത്തിയത്. രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ നിന്നും പടിഞ്ഞാറോട്ട് മാറി നാറാണത്ത് ഗ്രാമാതിർത്തിയിൽ നിന്നും 1.5 കിലോമീറ്റർ തെക്കു പടിഞ്ഞാറായിട്ടാണ് കരിഞ്ഞാപ്പാടി എന്ന പ്രദേശത്താണ് ഭരതക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇവിടം വിശ്വാമിത്ര മഹർഷിയുടെ തപോഭൂമിയായിരുന്നുവെന്നും പാദുക പട്ടാഭിഷേകം ചെയ്ത് ശ്രീരാമദാസനായി പാദസേവനം നടത്തുന്ന ഭരതസ്വാമി എന്ന സങ്കല്പത്തിലുള്ള വൈഷ്ണവാരാധനയാണ് ഈ ക്ഷേത്രത്തിലുള്ളതെന്നും തെളിഞ്ഞിട്ടുണ്ട്. ഏകദേശം 15 വർഷം മുമ്പാണ് ഈ ക്ഷേത്രം പൊതുജനങ്ങൾക്ക് കയ്യിലേക്ക് വരുന്നത്. കാട് മൂടിക്കിടക്കുന്ന ഒരു പ്രദേശമായിരുന്നു ഇത്. വെട്ടിത്തെളിച്ച് ശ്രീകോവിൽ കണ്ടെത്തി വിഗ്രഹങ്ങളൊക്കെ മുറിഞ്ഞുകിടക്കുന്ന അവസ്ഥയിലായിരുന്നു. അതിൽ നിന്ന് ഭക്തജനങ്ങളും അതുപോലെ തന്നെ നാട്ടുകാരുടെ സഹായവും എല്ലാം കൂടി ചേർന്നായിട്ടാണ് ഇപ്പോൾ ഈ ഒരു നിലയിൽ അമ്പലം എത്തി നിൽക്കുന്നത്. അതുപോലെ തന്നെ അമ്പലം സ്ഥിതി ചെയ്യുന്ന ഭാഗത്ത് ഹിന്ദുമതസ്ഥർ വളരെ കുറവാണ്. ഇവിടെയൊന്നും നിത്യപൂജയില്ല. കർക്കിടക മാസത്തിൽ 31 ദിവസവും പൂജയും അതിനുശേഷം വരുന്ന മാസങ്ങളിൽ എല്ലാ ഞായറാഴ്ചകളിലുമാണ് ഇവിടെ പൂജ നടത്തുന്നത്. അടുത്തതായി പോയിട്ടുണ്ടായിരുന്നതായിരുന്നു നാറാണത്ത് ശത്രുഘ്ന ക്ഷേത്രം. രാമപുരം പ്രദേശത്ത് പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ സ്ഥിതി ചെയ്യുന്ന നാറാണത്ത് ആണ് 1000-ലധികം പഴക്കമുള്ള ശത്രുഘ്നസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. നാറാണത്ത് ഭ്രാന്തൻ്റെ സാന്നിധ്യത്തിൽ പ്രതിഷ്ഠിച്ചതാണ് ഈ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൽ ദിനപൂജ ഇവിടെ ഒരു നേരമുണ്ട്. ഭഗവാന്റെ സുദർശന ചക്രത്തിൽ നിന്നാണ് ശത്രുഘ്നസ്വാമിയായി അവതരിച്ചത്.
കാലങ്ങളോളമായി അറിയപ്പെടുന്ന ഈ ക്ഷേത്രം നാലമ്പല ദർശനത്തിലൂടെ സർവ്വദേശങ്ങളിലും പ്രസിദ്ധമായിരുന്നു. ചതുരാകൃതിയിലുള്ള ശ്രീകോവിലോടുകൂടി മഹാക്ഷേത്ര ലക്ഷണത്തോടെ നിലനിൽക്കുന്ന ഈ ക്ഷേത്രത്തിൽ ധർമ്മശാസ്താവിൻ്റെയും നാഗരാജാവിൻ്റെയും സാന്നിധ്യമുണ്ട്. സുദർശന ചക്ര സ്വരൂപമായ ഭഗവാൻ ശത്രുഘ്നസ്വാമിക്ക് ശത്രുതാദോഷത്തിനും ശത്രുതാ നിവാരണത്തിനുമായി സുദർശന ചക്ര സമർപ്പണമാണ് പ്രധാന വഴിപാട്. സുദർശന മന്ത്രപുഷ്പാഞ്ജലിയും വിശേഷമാണ്. സന്താന സൗഭാഗ്യത്തിനായി മീനൂട്ട്, ശനിദോഷ നിവാരണ പൂജ എന്നിവയും ഇവിടെ ചെയ്യാവുന്നതാണ്. ശ്രീരാമ ലക്ഷ്മണ ഭരത ശത്രുഘ്ന ക്ഷേത്രങ്ങൾക്കൊപ്പം നാലാം പാടം നാലാം കളം എന്ന സ്ഥലത്ത് സാക്ഷാൽ സീതാദേവിക്കും ക്ഷേത്രമുണ്ടായിരുന്നതായി പഴമക്കാർ പറയുന്നു. എന്നാൽ കാലാന്തരത്തിൽ മറ്റു ക്ഷേത്രങ്ങൾ നശിച്ച കൂട്ടത്തിൽ സീതാദേവി ക്ഷേത്രവും നശിച്ചു. ഒരു തറ മാത്രം അവശേഷിച്ച് കാടു പിടിച്ചു കിടക്കുന്നതായി പഴമക്കാർ കണ്ടിട്ടുണ്ട്. 4 ഭാഗവും പച്ചപ്പാർന്ന നെൽപ്പാടങ്ങളും കൃഷിയിടങ്ങളും ചുറ്റപ്പെട്ട മനോഹരമായ അന്തരീക്ഷത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ചെറിയൊരു തോടും അതിനോട് ചേർന്ന വഴികളും കടന്നാണ് ക്ഷേത്രത്തിലേക്ക് എത്തുന്നത്. പ്രകൃതിയുടെ ശാന്തത നിറഞ്ഞ ഈ സ്ഥലം മനസ്സിന് പ്രത്യേക അനുഭവമാണ് നൽകുന്നത്. നിലവിൽ ക്ഷേത്രത്തിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനാൽ താൽക്കാലിക മണ്ഡപത്തിൽ ദേവിയുടെ പ്രതിഷ്ഠ സ്ഥാപിച്ച് പൂജകളും വഴിപാടുകളും നടത്തിവരുന്നു. ഇവിടെ സീതാദേവിക്ക് ഭവ്യമായ രീതിയിൽ ഒരു ക്ഷേത്രം നിർമ്മിക്കേണ്ടത് ഭക്തരുടെ അഭിലാഷവും കാലത്തിൻ്റെ ആവശ്യവുമാണ്. എല്ലാ മാസവും പൗർണമി നാളിൽ സന്ധ്യയ്ക്ക് പൗർണമി പൂജ നടക്കുന്നു. വിശേഷ ദിവസങ്ങളിൽ പ്രത്യേക പൂജകളും കർക്കിടക മാസത്തിൽ നിത്യപൂജയുമുണ്ട്. കാര്യസിദ്ധിക്ക് പൗർണമി പൂജയും പട്ടുതാലി ചാർത്തലുമാണ് പ്രധാന വഴിപാട്. ഈ ക്ഷേത്രത്തിൽ നിന്നും ഞങ്ങൾക്ക് ലഭിച്ച സ്നേഹവും കരുതലും ഒരിക്കലും മറക്കാനാകില്ല. ദർശനത്തിന് ശേഷം വളരെ സൗമ്യമായി ഞങ്ങളോട് അവിടെയുള്ള ആളുകൾ ഇടപഴകുകയും കുട്ടികൾ പ്രഭാത ഭക്ഷണം കഴിച്ചോ എന്ന് അവർ സ്നേഹത്തോടെ ചോദിച്ചപ്പോൾ ഞങ്ങൾ ഇതുവരെ കഴിച്ചിട്ടില്ലെന്ന് പറഞ്ഞപ്പോൾ ഉടൻ തന്നെ അവർക്ക് പ്രഭാത ഭക്ഷണങ്ങൾക്ക് കഴിക്കാൻ കൊണ്ടുവന്ന് നൽകി. അപരിചിതരായിട്ടും സ്വന്തം കുടുംബാംഗങ്ങളെ പോലെ സ്നേഹത്തോടെ പരിചരിച്ച ആ നല്ല മനസ്സുകൾക്ക് ഹൃദയം നിറഞ്ഞ നന്ദി. ഇത്തരം നിമിഷങ്ങളാണ് ഈ യാത്രയെ കൂടുതൽ മനോഹരമാക്കിയത്. നാലമ്പല യാത്ര പൂർത്തിയാക്കിയ ശേഷം വീണ്ടും രാമപുരം ശ്രീരാമക്ഷേത്രത്തിലെത്തി. യാത്രയുടെ തുടക്കവും അവസാനവും ശ്രീരാമൻ്റെ സന്നിധിയിൽ തന്നെ. അവിടെ നിന്ന് പ്രഭാത ഭക്ഷണവും കഴിച്ച് മനസ്സു നിറഞ്ഞ സന്തോഷത്തോടെ ഞങ്ങൾ കർക്കിടക മാസത്തിലെ നാലമ്പല ദർശനം പൂർത്തിയാക്കി. ഏകദേശം 3 മണിക്കൂർ കൊണ്ട് ഈ എല്ലാ ക്ഷേത്രങ്ങളും ദർശനം നടത്താൻ സൗകര്യമുള്ള സ്ഥലം കൂടിയാണ് മലപ്പുറത്തെ നാലമ്പല ദർശനം.